ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് ചപ്പാത്തിയോ ദോശയോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നാൽ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും കറിയുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പത്തിനുള്ള മാവ് ആദ്യം തന്നെ കലക്കി വെക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൊത്തം 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഈ മാവ് ഒരുപാട് ലൂസായി പോവരുത്. അതുകൊണ്ട് ഒറ്റയടിക്ക് വെള്ളം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈസ്റ്റ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇത് ഞാൻ 1/2 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഈ മാവ് ഒരുപാട് കുറുകി പോയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് വെള്ളയപ്പത്തിന് വേണ്ടത്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് വെള്ളയപ്പത്തിന് വേണ്ടത്. ഇത് കൂടുതൽ ലൂസ് ആവരുത്. ഇനി ഇത് അരമണിക്കൂറത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് സെറ്റായി കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ മാവ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു ലേശം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക് ആയതുകൊണ്ട് എണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1.25 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ലേശം കട്ടിയുള്ള അപ്പമാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നന്നായിട്ട് ഹോൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതാണ് സാധാരണ വെള്ളയപ്പം. അത് അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് റവ കൊണ്ടാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. അരി കൊണ്ടുള്ള വെള്ളയപ്പം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും റവ കൊണ്ടുള്ള വെള്ളയപ്പം ഇഷ്ടപ്പെടും. രണ്ടു വശവും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് അതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുന്ന പോലെ കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പൊ അടിപൊളിയായിട്ടുള്ള റവ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ എടുത്ത അളവ് വെച്ച് ഈ വലിപ്പത്തിലുള്ള 15 അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. തലേദിവസമൊക്കെ മാവ് അരച്ചു വെക്കാൻ മറന്നു പോകുന്നവർക്ക്, അല്ലെങ്കിൽ വെയിറ്റ് ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നവർക്ക് ഒരു വെള്ളയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ റവ വെള്ളയപ്പം ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ സൂപ്പറായിട്ടുള്ളൊരു അപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അപ്പം മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം.
വെള്ളയപ്പത്തിന് സൈഡ് ഡിഷായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പത്തിന്റെ മാവ് പുളിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഉപയോഗിക്കേണ്ടവർക്ക് അതാണേലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 3-4 ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവോള ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. 2 പച്ചമുളക് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ബ്രൗൺ കളർ ആകണം. ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന പാകത്തിൽ നിർത്താവുന്നതാണ്, കരിഞ്ഞു പോവരുത്. ഇപ്പൊ സവോള നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ മസാലയെല്ലാം നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്, ചൂടുവെള്ളം അല്ല കേട്ടോ. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഞാനിത് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വല്ലതും ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കറി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനായിട്ട്. പകുതി വെന്തത് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറി ആയി കിട്ടും. ഇപ്പം എന്താ, ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്, അപ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറ് കുറച്ചുകൂടെ കുറുക്കുവോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 നുള്ളു മതിയേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പത്തിനുള്ള കറി എന്ന് പറയുമ്പം ഒരു ലേശം ചാറൊക്കെ വേണം. അപ്പൊ ഇത് കറക്റ്റ് പരുവാണ്. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദേ ഈ അപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. ഈ കറിയുടെ കൂടെ ആണെങ്കിൽ ഒന്നും പറയാനില്ല, അതുപോലത്തെ ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.